നമസ്കാരം. ചാനൽ 91 ന്യൂസ് ഏറ്റവും ജനകീയമായ ഒരു ചുവടുവെപ്പിലാണ്. ജനപഞ്ചായത്ത് ഇന്നു മുതൽ സംപ്രേഷണം ചെയ്ത് തുടങ്ങുന്നു. നമ്മൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിച്ചാൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലെ ജനപ്രതിനിധികൾ നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പിലാക്കി എന്നതിൻ്റെ സത്യസന്ധമായ ഒരു അന്വേഷണമാണ് ജനപഞ്ചായത്ത്. എറണാകുളം ജില്ലയിലെ ഇളങ്കുന്നപ്പുഴ പഞ്ചായത്ത് വിശേഷങ്ങളാണ് ആദ്യമായി പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 60% മത്സ്യത്തൊഴിലാളികൾ ഈ ദ്വീപിൽ പാർക്കുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപുകളിൽ ഒന്നാണ് വൈപ്പിൻകര. ഗോശ്രീ പാലം കടന്നു വരുമ്പോൾ ഇടതുവശം സാഗര സൗന്ദര്യവും വലതുവശം കായൽ പരപ്പുകളുമായുള്ള വൈപ്പിൻകരയുടെ ഓരം ചേർന്ന് നിൽക്കുന്നു ഇളങ്കുന്നപ്പുഴ. 25 കിലോമീറ്റർ നീളവും 2.5 കിലോമീറ്റർ വീതിയിടവുമായി ചെറായി, കുഴുപ്പിള്ളി, പുതുവൈപ്പ് എന്നീ 3 മനോഹര ബീച്ചുകളും വൈപ്പിൻകരയുടെ വിനോദസഞ്ചാര മണൽ തീരങ്ങളാണ്. നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പന് ജന്മം നൽകിയ നാട്. വിശ്വപ്രസിദ്ധ കാരുണ്യ പ്രവർത്തകൻ സർവോദയം കുര്യൻ ജനിച്ച ദേശം. ഞാറക്കൽ ശ്രീനി, ബെന്നി പി നായരമ്പലം, സെബി നായരമ്പലം, പൗളി വിൽസൺ, സിപ്പി പള്ളിപ്പുറം, അന്നാബെൻ തുടങ്ങി കലാസാഹിത്യ മേഖലയിലെ അനേകം പ്രശസ്തരെ സംഭാവന ചെയ്ത നാട്. എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വൈപ്പിൻകരയിലേക്ക് കടന്നു വരുമ്പോഴുള്ള ആദ്യ പഞ്ചായത്തായ ഇളങ്കുന്നപ്പുഴ പഞ്ചായത്ത് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമസ്കാരം. ചാനൽ 91 ന്യൂസ് ജനപഞ്ചായത്തിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ ഏറ്റവും വിസ്തൃതിയേറിയ 23 വാർഡുകളടങ്ങിയ ഇളങ്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയ മേഡം അരികിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. യുവജനങ്ങളുടെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ യുവത്വത്തിന്റെ ഒരു പ്രസിഡന്റ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. സ്നേഹം, സ്വാഗതം. നമുക്കറിയാം, ഗ്രാമപഞ്ചായത്തുകൾ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തതുപോലെ തന്നെ ഗ്രാമങ്ങളാണ് ഭാരതത്തിന്റെ ഹൃദയത്തുടിപ്പുകൾ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഭാവികമായും ഒരു മെമ്പർ കൂടിയാണ്. ഓരോ വാർഡിലെയും പേരെടുത്ത് വിളിക്കുവാൻ കഴിയുന്ന, സ്നേഹത്തോടെ ഹൃദയപൂർവ്വം ചേർത്ത് പിടിക്കുവാൻ കഴിയുന്ന ജനപ്രതിനിധികൾ. വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് ഈ ഒരു പഞ്ചായത്തിൽ. 12 സീറ്റുകൾ UDF-ന്. കഴിഞ്ഞ 3 വർഷമായി പ്രസിഡന്റ് കസേരയിൽ ഇരിക്കുന്നു. ഈ ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ എത്രത്തോളം ആത്മസംതൃപ്തിയുണ്ട്? ഈ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ജനകീയമായി ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ആദ്യമേ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്രാമങ്ങളിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഗ്രമങ്ങളിൽ നിന്നാണെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഞങ്ങളുടെ പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഇളങ്കുന്നപ്പുഴ പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, 3 വർഷമായി ഞാൻ പ്രസിഡന്റായിട്ട് അധികാരമേറ്റിട്ട് ഞങ്ങൾ കടന്നുവരവും ഞങ്ങളുടെ അധികാരമേൽക്കലും അതോടൊപ്പം തന്നെ കോവിഡിന്റെ വ്യാപനവും ഏകദേശം ഒരുമിച്ച് തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 1 വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ക്രൈസിസ് ആയിരുന്നു. കാരണം വാക്സിനേഷൻ, കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പഞ്ചായത്താണ്, ജനസാന്ദ്രതയുള്ള ഒരു പഞ്ചായത്തുള്ള ഒന്നാണ് നമ്മളുടെ ഇളങ്കുന്നപ്പുഴ പഞ്ചായത്ത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജനങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാക്സിനേഷൻ അവർക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. അതിനുവേണ്ടി ഞങ്ങളൊരു വാക്സിനേഷൻ സെന്റർ ഇവിടെ ആരംഭിക്കുകയും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടർ, നേഴ്സ് അടക്കമുള്ള അവരെ നമ്മൾ പ്രത്യേകമായി സാലറി കൊടുത്തുകൊണ്ട് അവരെ നിയമിക്കുകയും അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു വാക്സിനേഷൻ സെന്റർ ആരംഭിച്ചു. ബാങ്ക് നമുക്ക് ഓഡിറ്റോറിയം, കർത്തേടം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് നമുക്ക് ഓഡിറ്റോറിയം സൗജന്യമായിട്ട് നമ്മൾ ഏകദേശം ഒരു 8 മാസത്തോളം നമ്മൾക്ക് തരികയും നമ്മുടെ വാക്സിനേഷൻ വളരെ ഭംഗിയായിട്ട് സമീപ പഞ്ചായത്തുകളിൽ നിന്ന് വരെ നമുക്ക് ആളുകൾ അവിടെ വന്നുകൊണ്ടിരുന്നു. പിന്നീട് ഞങ്ങൾ ചെയ്തത്, ഞങ്ങളുടെ തീരദേശ മേഖല ആയതുകൊണ്ട് തന്നെ, തീരദേശ പഞ്ചായത്ത് കൂടിയാണ്. അതെ, തീരദേശ മേഖല ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ, നമ്മൾക്ക് ഈ പഞ്ചായത്ത് നമുക്കറിയാം, ഏകദേശം ഒരു 7 കിലോമീറ്ററുള്ള ഈ ഒരു പഞ്ചായത്തിൽ 10-20ഓളം സ്കൂളുകൾ തന്നെയുണ്ട്, എയ്ഡഡും ഗവൺമെന്റുമായിട്ട് തന്നെ. അപ്പോൾ ഇവിടെ ഏറ്റവും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സാധാരണക്കാരുടെ മക്കൾ ഇവിടെ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടികൾക്കൊക്കെ പ്രഭാത ഭക്ഷണം നൽകുന്ന മധുരം പ്രഭാതം എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കാനായിട്ട് ഞങ്ങൾക്ക് BPCLന്റെ സഹായത്തോടെ ഇവിടെ സാധിച്ചു. ഇന്നും വളരെ ഭംഗിയായിട്ട് ആ ഒരു മധുരം പ്രഭാതം എന്നുള്ള ഒരു പരിപാടി ഏകദേശം 3000-ത്തിന് മേൽ കുട്ടികൾക്ക് പ്രയോജനം നൽകിക്കൊണ്ട് ഗവൺമെന്റോ എയ്ഡഡോ ഒന്നും ഇല്ലാതെ എല്ലാ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ
സ്കൂളുകളിലും നമ്മൾ സൗജന്യമായി അത് പ്രാവർത്തികമാക്കുന്നുണ്ട്. അത് ടീച്ചർമാരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും വളരെയധികം ഒരു സപ്പോർട്ടാണ് ആ കാര്യത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജനപഞ്ചായത്തിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഉള്ളത് ഇളങ്കുന്നപ്പുഴ പഞ്ചായത്ത് LC സെക്രട്ടറി രാധാകൃഷ്ണൻ സാറും പൊതുപ്രവർത്തകരും പാർട്ടി മെമ്പറുമായ ശ്രീ സൂരജുമാണ്. സഖവേ, എറണാകുളത്തെ തന്നെ ഏറ്റവും വലിയ ഒരു പഞ്ചായത്ത്, 23 വാർഡുകളുള്ള ഒരു പഞ്ചായത്ത്, കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി UDF ഭരിക്കുന്നു. തുടർഭരണത്തിന്റെ അഭിമാനമൊക്കെ LDF-നുണ്ടെങ്കിലും പഞ്ചായത്ത് ഇപ്പോഴും UDF-ന്റെ കയ്യിലാണ്. ഒരുപാട് വികസനങ്ങൾ നടന്നു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണപക്ഷവും ഒക്കെ അവകാശപ്പെടുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു? അവർക്ക് ഇതിനു മുൻപ് ഭരണം ഉണ്ടായിരുന്ന പഞ്ചായത്താണ്. പക്ഷേ പഞ്ചായത്ത് ആവശ്യപ്പെടുന്ന ഒരു വികസന സാധ്യതയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എന്താണ് കാരണം? കാരണം ഒന്ന്, കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി വികസന പ്രക്രിയ പ്ലാൻ ചെയ്യാത്തതിന്റെ തകരാറ്. അതായത് സർക്കാരിൽ നിന്ന് കിട്ടുന്ന പ്ലാൻ ഫണ്ട് സർക്കാരിൽ നിന്ന് ഫണ്ട് തീരെ ലഭ്യമാകുന്നില്ല എന്നാണ് പരാതി. അത് ഇവർക്ക് മാത്രമല്ലല്ല, ചില പ്രശ്നങ്ങളുള്ളത് കേരളത്തിൽ മൊത്തം ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതിലുപരിയായി ഈ പഞ്ചായത്ത് മാത്രമല്ല, കേരളത്തിലെ മറ്റെല്ലാ പഞ്ചായത്തിലും വികസന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ പഞ്ചായത്തിൽ സ്വയമായി രൂപപ്പെടുത്താവുന്ന ഒരുപാട് വികസന പദ്ധതികൾ ഉള്ളതാണ്. പക്ഷെ അത് പഞ്ചായത്തിന്റെ ഭാവനാസമ്പന്നമായ കാഴ്ചപ്പാടുകളിലൂടെ പഞ്ചായത്തിലെ പ്രകൃതി സമ്പത്തിനെ വിനിയോഗിച്ചുകൊണ്ട് പദ്ധതി രൂപീകരിക്കണം. അപ്പോൾ സ്വന്തമായി നമുക്ക് ഫണ്ട് സമാഹരിക്കുന്നതിന് കഴിയും. അതിന്റെ ഒരു ഉപദേശം നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ 3 ടൈം പഞ്ചായത്തിൽ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ആളാണ്. കഴിഞ്ഞ ടൈം പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അന്നെല്ലാം ഇളങ്കുന്നപ്പുഴ പഞ്ചായത്തിന്റെ കടലോര കായലോര മേഖലകളെ സമന്വയിപ്പിച്ചുകൊണ്ട് അക്വ ടൂറിസവും കൂടി ചേർത്ത് നമ്മുടെ പഞ്ചായത്തിൽ വികസന ഒരു ടൂറിസം പദ്ധതി രൂപപ്പെടുത്തി. അത് വലിയ പ്രോജക്റ്റ്, നമ്മൾ പഞ്ചായത്തിന്റെ 1 കോടിയോ 2 കോടിയോ വികസന ഫണ്ട് വെച്ചിട്ടല്ല. അതിലുപരി സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്, ത്രിതല പഞ്ചായത്ത് സംവിധാനം ഇതെല്ലാം കൂടി ക്ലബ്ബ് ചെയ്തിട്ട് വിപുലമായ പദ്ധതി രൂപീകരിച്ചാൽ നമുക്ക് ഗുണം ചെയ്യും. അത് നമ്മുടെ തനതായ പദ്ധതിയായിട്ട് മാറും. അപ്പൊ അങ്ങനെ നിരവധി നിർദ്ദേശങ്ങൾ ഞങ്ങളുള്ളപ്പോ വെച്ചിരുന്നു. ഇതൊന്നും അനുസരിക്കലെന്ന് പറഞ്ഞാൽ അവർക്കൊരു കാഴ്ചപ്പാട് വേണമല്ലോ. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആ പദ്ധതികൾ രൂപപ്പെടുത്തി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച് സർക്കാരിൽ സമർപ്പിച്ച് അധികാരികളെ കണ്ട് അതിനുവേണ്ടി ഒരു സ്വാധീനം ചെലുത്താനുള്ള താല്പര്യം അവർക്കില്ല. ഈ 3 ബീച്ചുകൾ കൂടിയുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. കൃത്യമായും ഈ ബീച്ചുകളുടെ ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നൊരു ആക്ഷേപം പൊതുവെ ഉണ്ട്. അത് എന്താണത്? സത്യമാണോ? അത് കാരണം എന്താണ്? അതിൽ കുറച്ച് വാസ്തവങ്ങൾ ഉണ്ട്. എന്ന് വെച്ചാൽ ബീച്ചുകൾ പൂർണ്ണമായും കൊച്ചുംബോട്ടിൻ്റെ പരിധിയിലാണ്. നമുക്കറിയാം അവിടെയെല്ലാം സ്പെഷ്യൽ എക്കണോമിക് സോണായിട്ട് പ്രഖ്യാപിച്ച സ്ഥലങ്ങളാണ്. നമുക്കറിയാം BPCL, IOC, അതുപോലെ തന്നെ LNG, അങ്ങനെ പൊതുയിപ്പ് മേഖലയിൽ കംപ്ലീറ്റ് സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന് ഈ ബീച്ചുകളിൽ ഒരു കൈകടത്തൽ പലപ്പോഴും പല പ്രതിസന്ധികളും ഞങ്ങൾക്ക് സൃഷ്ടിക്കുന്നുണ്ട്. അത് പൂർണ്ണമായും കൊച്ചുംബോട്ടാണ് അതിൻ്റെ അതോറിറ്റി. പക്ഷേ ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും അവിടെ വരുന്ന ജനങ്ങളെയോ അല്ലെങ്കിൽ അവിടെ വരുന്ന ടൂറിസ്റ്റുകളെയോ ഒക്കെ മാറ്റി നിർത്താനോ ഇടപെടാതിരിക്കാനോ കഴിയുന്നില്ല. ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല എന്നത് സത്യത്തിലൊരു നാണക്കേടാണ്. ഈ പഞ്ചായത്തിലും ഈ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നില്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും കുടിവെള്ള പ്രശ്നം വൈപ്പിങ്കര നമുക്കറിയാം. പടിഞ്ഞാറ് കടല്, കിഴക്ക് കായല്, അങ്ങനെ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണല്ലോ നമ്മുടെ ഈ വൈപ്പിൻകര എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജനസംഖ്യ പെരുകിക്കൊണ്ടിരിക്കുന്നു. ദിനം പ്രതി നമുക്ക് ഹൗസ് കണക്ഷൻ ആണെങ്കിലൊക്കെ നൽകേണ്ടി വന്ന ഫ്ലാറ്റുകളടക്കം കൂണുകൾ പോലെ ഇപ്പോൾ എറണാകുളത്തെ പോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം നമ്മൾക്ക് മറ്റേ കിഴക്കൻ മേഖലയാണെങ്കിൽ പോലും നമുക്ക് കുഴിച്ചാലോ ഒരു കിണർ വെള്ളമോ അല്ലെങ്കിൽ ഒരു ബോർവെല്ലോ താഴ്ത്താനുള്ളൊരു ഇതില്ല. എല്ലാം ഉപ്പുവെള്ളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായും നമുക്ക് വാട്ടർ അതോറിറ്റിയെ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഒരു 90% വരുന്ന ജനങ്ങളും ആശ്രയിക്കുന്നത്. വളരെ വശ്യമനോഹരമായ ഒരിടത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ല ചൂടുണ്ട്, പക്ഷെ കാറ്റുണ്ട്. നമ്മളോടൊപ്പം ഉള്ളത്
BJPയുടെ സുഹൃത്തുക്കളാണ്. ഇളങ്കുന്നപ്പുഴ പഞ്ചായത്ത് BJPയുടെ സെക്രട്ടറി ശ്രീ ലാലനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം 2 സുഹൃത്തുക്കളുമുണ്ട്. സാർ, നമ്മുടെ പഞ്ചായത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പഞ്ചായത്തിൽ 4 സീറ്റിൽ നിന്നും ഇപ്പോൾ കേവലം 2 സീറ്റിലേക്ക് BJP ദുർബലമായിരിക്കുന്നു. വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി 12 സീറ്റോടുകൂടി UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഈ ഇളങ്കുന്നപ്പുഴ പഞ്ചായത്തിൽ വലിയ വികസനങ്ങളാണ് ഭരിക്കുന്ന UDF കൊണ്ടുവരുന്നതെന്നാണ് അവരുടെ അവകാശവാദം. സാർ, എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? പൊതുവേ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും ഇവരതായിട്ടുള്ളൊരു പരിപാടിയുടെ ഒരു വിജയമായിട്ടുള്ള സംഗതി പറയാനായിട്ട് ആർക്കും തന്നെ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഒരു നല്ലൊരു റോഡ ക്ലീൻ ചെയ്യുന്ന പരിപാടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ വരികുന്ന പ്രസിഡന്റിന്റെ വാർഡ് തന്നെയാണ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിറങ്ങിയിരുന്നത്. വർഷങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഇപ്പോഴും ആ രസികല നമ്മുടെ പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് പോകുന്ന ഇളങ്കുന്നപ്പുഴ അമ്പലത്തിന്റെ അവിടെ നിന്ന് പോകുന്ന റോഡ് ഇപ്പോഴും ശോചനീയമായിട്ട് തന്നെ കിടക്കണം. അത് പണിയുന്നതിനായിട്ടുള്ള ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ ചെയ്തിട്ടെന്ന് വെച്ചാൽ അതിന്റെ സൈഡിൽ കൂടി ഒരു കാണാപണിയാനുള്ള ഒരു പണിയെ ചെയ്തു. പിന്നെ ആ പണി സ്റ്റോപ്പായി പോകുന്നുണ്ടായിരുന്നു. അതായത് ഒരു വികസനവും പഞ്ചായത്ത് നടക്കുന്നില്ല എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ചെയ്ത് പിന്നെ അത് വീണ്ടും അപ്പോൾ നമ്മൾ ആ സംഗതി റെഡിയാവും എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ വിചാരിക്കും. പക്ഷേ അത് പിന്നെ സ്റ്റോപ്പാണ് കിടക്കുന്നത്. 2 വർഷമായിട്ട് വീണ്ടും ആ റോഡ് അങ്ങനെ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പണം പഞ്ചായത്തിന് കിട്ടുന്നുണ്ട്. ഈ 2 പക്ഷക്കാരും കൂടി BJPക്ക് ഇപ്പൊ 4 സീറ്റ് ഉണ്ടായിരുന്നത് ഇപ്പൊ 2 സീറ്റായി. അതെന്താ സാർ ഈ BJPയോട് ശോഷിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ 2 കൂട്ടക്കാർ, ഈ ഇടതും വലതും കൂടി ഇവരുടെ രാഷ്ട്രീയ തന്ത്രമാണ് BJPനെ ഒതുക്കാൻ. കുതന്ത്രങ്ങൾ മെനയാനായിട്ട് 2 കൂട്ടക്കാരും ഒരുമിക്കും. എന്നിട്ട് ഇവര് തന്നെ മറ്റുള്ള ആൾക്കാർ ഇങ്ങോട്ടും കുറ്റം പറയും. പക്ഷെ ജയിച്ചു വന്ന സ്ഥലങ്ങളിൽ BJPക്ക് ഒരുപാട് മെമ്പർമാരുണ്ട്. പക്ഷെ ഇതുങ്ങളെയൊക്കെ ഒതുക്കി പേടിപ്പിച്ചും BJP അങ്ങനെ പേടിക്കുന്ന ഒരു പാർട്ടിയാണോ? പേടിക്കുന്ന പാർട്ടിയല്ല. ഇവിടെ എത്ര ആളുകളല്ലേ ഉള്ളു. പോലീസിനെ കൊണ്ട് ഭയപ്പെടുത്തില്ല. ഈ പൊതുവെ പോലീസിനെ കൊണ്ട് ഭയപ്പെടുത്തലാണ്. ഈ പോലീസിനെ കൊണ്ട് ഭയപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടല്ലേ. അപ്പൊ അവർക്ക് വോട്ട് കിട്ടാൻ പറ്റുന്ന പണികൾ അവർ ചെയ്യും. പക്ഷെ പാവങ്ങളായിട്ടുള്ള ഈ BJPക്കാർ അത്ര തുച്ഛമായ ആളുകളെ ഉള്ളു. ഈ BJPയുടെ പ്രതിനിധികൾ പറയുന്നത് ഈ വീതം വെപ്പ് LDFും UDFും ഒരുപോലെ കിട്ടുന്ന ഫണ്ട് മുഴുവൻ വീതം വെച്ചെടുക്കുകയാണെന്നാണ്. എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? ഇല്ലില്ല. BJP പറയുന്നത് അവരുടെ ദൗർബല്യമാണ്. അവര് 4 പേരുണ്ടായിരുന്നത് ഇപ്പൊ 2 പേരായിട്ട് ചുരുങ്ങി. അതിന് നിങ്ങൾ LDFുകാർ അവരെ സ്ഥിരമായി അവരുടെ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും പോലീസ് കേസുകൾ ഉണ്ടാക്കുന്നുവൊക്കെയാണ് പരാതി. ഈ ഞാറക്കൽ സ്റ്റേഷന്റെ പരിധിയിൽപ്പെട്ട സ്ഥലമാണിത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ സുഹൃത്തുക്കൾക്ക് അന്വേഷിക്കാം. ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കേസ് ഈ കാലം അത്രയും ഇപ്പൊ 2 ടേം കഴിഞ്ഞ് BJP ഇവിടെ ഭരണത്തിൽ വന്നിട്ട് ഈ കാലം അത്രയും ഈ സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു കേസ് ഈ പറയുന്ന രാഷ്ട്രീയ ലാക്കോടെ ചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ദയവായി അന്വേഷിച്ചിട്ട് അതൊരു നല്ല വെല്ലുവിളിയാണ്. അതിന് മറുപടി ഞാൻ പറയാം. അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ സ്ഥാപിച്ചാൽ നിങ്ങൾക്ക് തെളിയിക്കാൻ പ്രാപ്തമായ രേഖകൾ കിട്ടിയാൽ അതിനെ നേരിടാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോൾ നമുക്ക് സംസ്ഥാന സർക്കാർ നമുക്ക് ഫണ്ടുകൾ തന്നിട്ട് ആ ഫണ്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മൾ ഗ്രാമസഭ വഴി ജനങ്ങൾക്ക് ഇഷ്ടമുള്ള അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുക എന്നതാണ് ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് ഫണ്ട് തന്നിട്ട് അത് ഗവൺമെന്റ് പറയുന്ന രീതിയിൽ അവർ പറയുന്നതിലോട്ട് ഫണ്ടുകൾ മാത്രം മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അപ്പോൾ ജനങ്ങളോട് ഗ്രാമസഭയിൽ ചെല്ലുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യങ്ങൾ പോലും നമ്മൾക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കില്ല. ഫണ്ട് അങ്ങനെ തന്നെ വിഭിച്ചു പോകും. ഇത് നമുക്കറിയാം, മാലിന്യ നിർമ്മാർജ്ജനം, അതിദാരിദ്ര്യര്, ലൈഫ്, ഇതിനെല്ലാം ഇപ്പം നമുക്കറിയാം 4 ലക്ഷം രൂപയാണ് നമ്മൾ ലൈഫിന് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ അതിൽ 2,40,000 രൂപ പഞ്ചായത്താണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മൾ ലോൺ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നിലാവ് പദ്ധതി, ഈ നിലാവ് പദ്ധതിയിലെല്ലാം പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ നേരെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണം ഇപ്പോൾ ശരിക്കും സാധ്യമാകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഗ്രാമസഭകളിൽ ഒരു MLAയോ MPയോ ഒന്നും കടന്നു വരുന്നില്ല. പഞ്ചായത്ത് അംഗങ്ങൾ മാത്രമാണ് കടന്ന് ചെല്ലുന്നതും അതിന് മറുപടി പറയുന്നതും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ജനങ്ങൾ പഞ്ചായത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത് വെള്ളം, വെളിച്ചം, ഇതൊന്നും ലഭ്യമല്ല. ഇപ്പം ഒരു രാത്രി സമയത്ത് നിങ്ങൾ ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ ലൈറ്റുകളും അണഞ്ഞു കിടക്കുന്നത് കാണാം.
ഒന്നും. അതുപോലെ പാമ്പ് ശല്യം, അതിരൂക്ഷമായ പാമ്പ് ശല്യമാണ് നമ്മുടെ പഞ്ചായത്തിൽ മൊത്തത്തിൽ ഈ അനുഭവപ്പെടുന്നത്. 60% സാധാരണ മത്സ്യത്തൊഴിലാളികളുള്ള ഒരു പഞ്ചായത്താണ്. ഈ പുഴയിൽ നിന്ന് വെള്ളം കയറി വരുന്ന അതൊക്കെ ഒരു വെള്ളമുണ്ട്. അത് വർഷങ്ങളായിട്ട് ഒരു വെള്ള കയറ്റം പരിഹരിക്കുന്നതിന് ഒന്ന് ഈ നീർച്ചാലുകൾ തെളിക്കണം. നീർച്ചാലുകൾ തെളിക്കണം. ഇപ്പോൾ പടിഞ്ഞാറൻ മേഖലയിൽ ഒട്ടനവധി 100-150 വർഷം പഴക്കമുള്ള വലിയ നീർച്ചാലുകളുണ്ട്. അത് തെളിക്കണം. അതിനോട് അനുബന്ധമായ കൈത്തോടുകൾ തെളിക്കണം. ഇതൊക്കെ തെളിക്കണമെങ്കിൽ കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കി സർക്കാരിലും ഇറിഗേഷൻ വകുപ്പ്, കേന്ദ്ര ഗവൺമെൻറ്, മറ്റ് ത്രിതല പഞ്ചായത്ത് കേന്ദ്രങ്ങളിലെല്ലാം സമർപ്പിക്കേണ്ടതാണ്. അതിന് കൃത്യമായൊരു ഇപ്പം ഞങ്ങളുള്ളപ്പോഴാണ് അറമ്പിത്തോട് ഡീപ്പനിങ് എന്നുള്ള ഒരു പദ്ധതി വന്ന്. അതുപോലെ അഴിമുഖം തുറക്കുക, അതായത് അഴിമുഖത്ത് നിന്ന് വെള്ളം കയറി ഇറങ്ങിപ്പോണം. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുകയും കൃഷിക്ക് അനുയോജ്യമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നത്. ആ അഴിമുഖം തുറക്കണം. അവിടെ മണ്ണും എക്കലും വന്ന് വീണ് അഴിമുഖം അടഞ്ഞു പോകും. അപ്പോൾ അതിന് അവിടെ തുറക്കുന്ന ഒരു പദ്ധതി, അത് കൊച്ചുമ്പോറിനെ സമീപിച്ച് ഞങ്ങളുള്ളപ്പോൾ അതിന് പൈസ കിട്ടി, അത് ചെയ്ത് ആറമ്പിത്തോടിൻ്റെ ഡീപ്പനിങ് ഒരു ഭാഗം കുറേ നടന്നു. ആ തോട് വികസിച്ച് വന്നാൽ നമ്മുടെ ചാപ്പക്കടപ്പറമ്പരം അതിനെ നീട്ടിയെടുക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടൂറിസം പദ്ധതിക്ക് ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള പരിപാടി അതിന് ഉപയോഗിക്കാം. സഖാവിനോട് ഇനിയൊരു എന്തായാലും ഇലക്ഷൻ്റെ ചൂടിങ്ങനെ ഏറി വരികയാണ്. 19-1 എന്നതാണ് സംഖ്യ. സംസ്ഥാനമൊക്കെ LDF ഭരിക്കുന്നത് ശരി തന്നെയാണ്. ഹൈബി ഈഡൻ എന്ന ദേശീയ രാഷ്ട്രീയത്തിലെ വ്യക്തിപ്രഭാവമുള്ള ഒരാളോടൊപ്പം മത്സരിക്കുകയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. വിജയപ്രതീക്ഷ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവരും പറയുന്നത് ഞങ്ങൾ വിജയിക്കുമെന്നാണ്. എത്രത്തോളം മുന്നേറും, അല്ലെങ്കിൽ ഒരുപക്ഷെ അട്ടിമറി സംഭവിച്ച് വിജയിക്കുവാനുള്ള സാധ്യത തന്നെ ഉണ്ടോ? LDF സ്ഥാനാർത്ഥി സഖാവ് ഷൈൻ ടീച്ചർ അട്ടിമറി വിജയത്തോടുകൂടി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഇവിടെ ഒരു MP, എന്തിനാണ് ഒരു MP എന്ന്, അങ്ങനെ ഇവിടെ വരാത്തൊരു MP, ഒരു കാര്യവും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാത്ത MP, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലുണ്ടെങ്കിൽ അതിനെ തുരങ്കം വെച്ച് അതില്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു MP, അങ്ങനെ MP നമുക്ക് നാട്ടിൽ വേണ്ടെന്നുള്ളൊരു ചിന്താഗതി നാട്ടുകാർക്കുണ്ട്. അപ്പൊ ആ ഒരു പ്രത്യേകിച്ച് ഹൈബീഡിനെ കുറിച്ച് നമുക്ക് പറയാനൊന്നുമില്ല. ഞങ്ങളുടെ ക്യാപ്ഷൻ പോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നെയാണ് ഹൈബീഡ്. ഇപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കിവിടെ ഓപ്പൺ ജിം, പിന്നെ ST കോളനികൾക്കുള്ള ഒരുപാട് സഹായങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കാലത്താണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെൻസ്ട്രൽ കപ്പ്, അതൊക്കെ വലിയൊരു വിജയം തന്നെയായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അതെല്ലാം അദ്ദേഹത്തിന് ഗുണപരമായിട്ട് തന്നെ ഓൾറെഡി വന്നിട്ടില്ലല്ലോ. നമ്മുടെ സ്ഥാനാർത്ഥി അത് തന്നെ ഒരു വലിയ പരാജയമല്ലേ, സ്ഥാനാർത്ഥി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഞങ്ങൾക്കും അത് ആരാണ് സ്ഥാനാർത്ഥി എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കത് പറയാൻ പറ്റിയിട്ടില്ല. എങ്കിലും നമുക്ക് നല്ലൊരു സപ്പോർട്ട് ജനങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ മോദി, അതായത് BJPയുടെ സ്ഥാനാർത്ഥി ആര് തന്നെ ആയാലും വോട്ട് കൂടുമെന്നർത്ഥം, യാതൊരു സംശയമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്തരം സപ്പോർട്ടുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് നമ്മൾ ഇവിടെ ഭാരത് റൈസ് വന്നു, അതൊക്കെ നമ്മൾ സപ്ലൈ ചെയ്തു. നമ്മൾ ആകെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ ഭാരത് റൈസ്, ഞങ്ങളിത് ആൾക്കാർ വരുമോ ഇല്ല എന്നുള്ള സംശയത്തിലായിരുന്നു. 1.5 മണിക്കൂറിനുള്ളിൽ ഒരു ലോഡ് വന്ന് പെട്ടെന്ന് തീർന്നു. അടുത്ത ലോഡ് എപ്പോഴാണെന്ന് ചോദിച്ചിട്ട് ആൾക്കാർ ഇരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ആൾക്കാർ ഇപ്പോൾ മോദിയുടെ മോദി ഇവിടെ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇപ്പോൾ വന്നു പോയതിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ട് ജനങ്ങൾക്കൊക്കെ മോദിയായിട്ട്. അപ്പം ഞങ്ങളൊക്കെ ചെല്ലുമ്പോഴും അവർക്ക് ഞങ്ങളോട് വളരെ ഇഷ്ടമാണ്. BJPക്കാരാണെന്ന് പറയുമ്പോൾ അവർക്ക് അത് മാത്രമല്ല, ഇളങ്ങുന്നപ്പുഴ ഏരിയ എന്ന് പറഞ്ഞാൽ നേരത്തെ സംഘത്തിന്റെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു. അന്ന് നല്ലൊരു പ്രവർത്തനം ഇവിടെ ഇളങ്ങുന്നപ്പുഴ കിഴക്കേ സൈഡൊക്കെ നല്ലൊരു പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇടക്കാലത്ത് വെച്ച് അതിങ്ങനെ വിട്ടുപോയ BJPയുടെ ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനായിട്ടൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഇപ്പം ഞങ്ങളെ വിളിച്ചിട്ട് ഈ ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ BJPയുടെ പഴയ ആൾക്കാരെല്ലാവരും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഓരോ വീടുകളിലും, എല്ലാ വീടുകളിലും ഇപ്പം ഞങ്ങളുടെ ഓരോ ലേഖകളും സംഗതികളും എല്ലാം ഞങ്ങൾ എല്ലാ വീടുകളിലും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നമ്മുടേതായിട്ടുള്ള നമുക്കൊരു 4-5 വാർഡുകൾ ഇവിടെ നമുക്ക് കേന്ദ്രീകരിച്ചിട്ട് നല്ല വർക്കാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. 4 പേരുകളുടെ ഒരു സംയോജനമാണ് പ്രസിഡന്റേത്. രസികല പ്രിയ രാജ്, 4 പേരുകൾ. അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള ഒരു ഭരണ സാരഥ്യം. നന്നായിരിക്കട്ടെ, ആശംസകൾ അർപ്പിക്കുകയാണ്. ഞങ്ങളിവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വാസ്തവമാണോ എന്നറിയുവാൻ വേണ്ടി മറ്റ് പാർട്ടികളിലേക്കും മെമ്പർമാരിലേക്കുമെല്ലാം ഞങ്ങൾ എത്തപ്പെടും. കാരണം ഞങ്ങളുടെ ചാനൽ 91 എന്നും ജനങ്ങൾക്കൊപ്പമാണ്. വികസനം, ജനകീയ പ്രശ്നങ്ങൾ. എൻ്റെ കുട്ടിക്ക് പനിയാണ് മെമ്പറെ എൻ്റെ വീട്ടിൽ വെള്ളം കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അറിയുന്നവരാണ് ഈ വാർഡ് മെമ്പർമാർ, ജനപ്രതിനിധികൾ. നമ്മുടെ നാട് വികസിക്കണം, സുഖവും സന്തോഷവുമായി എല്ലാവരും ജീവിക്കണം. അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിക്കുകയാണ്.